Hello all, welcome to CS Classroom. ഇന്ന് നമ്മൾ ഡേറ്റ സ്ട്രക്ചേഴ്സ് അൽഗോരിതത്തിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് രണ്ട് ടോപ്പിക്സും കൂടെ നമ്മൾ നോക്കും. നമ്പർ 1 പെർഫോമൻസ് അനാലിസിസ് ആൻഡ് നമ്പർ 2 അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. പെർഫോമൻസ് അനാലിസിസ്. പെർഫോമൻസ് അനാലിസിസ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഒരു റിസോഴ്സിനെ എത്രത്തോളം എഫക്റ്റീവ്ലി യൂസ് ചെയ്യുന്നുണ്ട് അതാണ് പെർഫോമൻസ് എന്ന് പറയുന്നത്. Okay, so the performance of an algorithm or a data structure is primarily concerned with how efficiently it uses resource. Okay, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു രണ്ട് വർക്കേഴ്സിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഒരാൾ ഒരു ജോലി 3 മണിക്കൂർ കൊണ്ടാണ് ചെയ്യുന്നത്, മറ്റൊരാൾ അതേ ജോലി ഒരു മണിക്കൂർ കൊണ്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ആ ടൈം എന്ന് പറയുന്ന റിസോഴ്സിനെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്ത ആരായിരിക്കും? രണ്ടാമത്തെ ആളായിരിക്കും അല്ലേ? സോ അതുപോലെ തന്നെ ഒരു അൽഗോരിതം റിസോഴ്സിനെ എങ്ങനെയാണ് പ്രോപ്പർലി യൂസ് ചെയ്യുന്നത് അതാണ് പെർഫോമൻസ് എന്ന് പറയുന്നത്. അപ്പോൾ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ ബേസിക്കലി രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് സമയം, രണ്ടാമത്തെ കാര്യം സ്പേസ് എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ മെമ്മറിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. Okay, so time complexity എന്ന് പറയുമ്പോൾ how long an algorithm takes to run as a function of the input size. Okay, input size എന്ന് പറയുമ്പോൾ സപ്പോസ് നമ്മളൊരു അറേയിൽ നമ്പേഴ്സ് നമ്മൾ സോർട്ട് ചെയ്യുവാണ്. അപ്പോൾ n എലിമെന്റ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ n ആയിരിക്കും അതിൻ്റെ ഇൻപുട്ട് സൈസ്. ഓക്കെ, സോ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഇൻപുട്ട് സൈസിനെ എത്ര സമയം കൊണ്ട് കംപ്ലീറ്റ് ആക്കും. ഓൾറൈറ്റ്, അത് നമ്മൾ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയും. ഇതിൽ ബെസ്റ്റ് കേസ് ഉണ്ട്, which is called as the measure of minimum time that an algorithm will require for input size n. So ഏറ്റവും കുറഞ്ഞ സമയം അൽഗോറിതം ഫിനിഷ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് നമ്മൾ ബെസ്റ്റ് കേസ് സിനാരിയോ എന്ന് പറയും. രണ്ടാമത്തെ കാര്യം വേർസ്റ്റ് കേസ് സിനാരിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ഒബ്വിയസ്ലി മാക്സിമം ടൈം. Okay, the measure of maximum time that an algorithm will require for input size n. അതുപോലെ ആവറേജ് കേസ് എന്ന് പറയുമ്പോഴത്തേക്കും ജനറൽ അല്ലെങ്കിൽ ഒരു എക്സാക്ട് ടൈം, അല്ലെങ്കിൽ നമ്മളൊരു ജനറൽ ആയിട്ടുള്ള ടൈം അൽഗോരിതം എത്ര എടുക്കുന്നുണ്ടെന്നുള്ള കാര്യമാണ് ടൈം ആവറേജ് കേസ് കോംപ്ലക്സിറ്റി പറയുന്നത്. അതുപോലെ തന്നെ സ്പേസ് കോംപ്ലക്സിറ്റി, വി ഹാവ് ഡിസ്കസ് 2 റിസോഴ്സസ് അല്ലെ. സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുമ്പോൾ ഹൗ മച്ച് മെമ്മറി സ്പേസ് ആൻ അൽഗോറിതം റിക്വയർസ് ടു റൺ ആസ് എ ഫംഗ്ഷൻ ഓഫ് ദി ഇൻപുട്ട് സൈസ്. അപ്പോൾ ടൈമും ഉണ്ട് സ്പേസും ഉണ്ട്. സോ പക്ഷെ എന്നാലും നമ്മളൊരു അൽഗോറിതത്തിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുമ്പോൾ കൂടുതലും നമ്മൾ ടൈം കോംപ്ലക്സിറ്റി ആണ് എടുക്കുന്നത്. വൈ? ബിക്കോസ് നമ്മൾ സമയമാണ് കൂടുതലും കൺസിഡർ ചെയ്യുന്നത്. റൈറ്റ്, ഇഫ് യു ആർ ടേക്കിംഗ് മച്ച് സ്പേസ് that is not an issue. പക്ഷേ നമുക്ക് എന്താണ്, കുറഞ്ഞ സമയം കൊണ്ട് കാര്യം ചെയ്ത് കിട്ടണം. റൈറ്റ്, നമ്മൾ ഒരു കാര്യം നോക്കുവാണെങ്കിൽ തന്നെയും കൂടുതൽ സ്പേസ് എടുത്താലും കുഴപ്പമില്ല, പക്ഷേ പെട്ടെന്ന് ചെയ്ത് കിട്ടണം. നമ്മളിപ്പോൾ കുറച്ച് കാശ് ചിലവാക്കുവാണെങ്കിൽ തന്നെ പെട്ടെന്ന് നമ്മുടെ സർവീസ് ചെയ്ത് കിട്ടുന്ന ഒരു സർവീസസിലോട്ടായിരിക്കും നമ്മൾ പോകുന്നത്. അതുപോലെ തന്നെ അൽഗോറിതത്തിൽ ബെസ്റ്റ് അൽഗോറിതം എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് സമയം കൊണ്ട് അൽഗോറിതം കംപ്ലീറ്റ് ആക്കുന്ന ആളാണ് കുറച്ചുകൂടെ ബെറ്റർ. ഓൾറൈറ്റ്. Okay, so the goal of performance analysis is to provide a way to compare different algorithms and choose the best efficient one for a given problem. അപ്പോൾ ഒരു പ്രോബ്ലത്തിൽ തന്നെ എന്തുണ്ടാവും? അനേക അൽഗോറിതംസ് ഉണ്ടാവും. A1, A2, റൈറ്റ്, സോ മെനി അൽഗോറിതംസ്. സോ ഇതിൽ നിന്നും ബെസ്റ്റ് നമ്മൾ എങ്ങനെയായിരിക്കും ചൂസ് ചെയ്യുന്നത്? ടൈം കോംപ്ലക്സിറ്റി കുറഞ്ഞ ഏതാണോ, ഏറ്റവും കുറച്ച് ടൈം കോംപ്ലക്സിറ്റി എടുക്കുന്ന ആൾ നമ്മൾ ബെസ്റ്റ് എന്ന് പറയും. സോ ദ ഗോൾ ഓഫ് പെർഫോമൻസ് അനാലിസിസ് എന്താണ്? ഇറ്റ് ഈസ് എ വേ ടു പ്രൊവൈഡ് എ വേ ടു കമ്പയർ ഡിഫറെൻറ്റ് അൽഗോറിതംസ്. ഓക്കെ, പല അൽഗോറിതംസ് നമ്മൾ കമ്പയർ ചെയ്തിട്ട് അതിനകത്ത് ബെസ്റ്റ് അൽഗോറിതം ചൂസ് ചെയ്യും ബേസ്ഡ് ഓൺ ടൈം. ഓക്കെ, സോ വി ഡോണ്ട് ടിപ്പിക്കലി മെഷർ. ഇനി ടൈം നമ്മൾ എങ്ങനെയായിരിക്കും മെഷർ ചെയ്യാൻ പോകുന്നത്? നമ്മൾ 10 മിനിറ്റ് എടുത്തു, അല്ലെങ്കിൽ 5 മിനിറ്റ് എടുത്തു, അല്ലെങ്കിൽ ഇത്രയും മില്ലി സെക്കൻഡ് എടുത്തു, അങ്ങനെയല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് മെഷീൻ സ്പെസിഫിക് അല്ല. അൽഗോറിതം എപ്പോഴും എന്തായിരിക്കും? മെഷീൻ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. റൈറ്റ്, സോ യു ക്യാൻ സീ ഇൻ ദി സ്റ്റേറ്റ്മെന്റ് വി ഡോണ്ട് ടിപ്പിക്കലി മെഷർ ദി എക്സാക്ട് ടൈം ഇൻ സെക്കൻഡ്സ് ഓർ എക്സാക്ട് മെമ്മറി ഇൻ ബൈറ്റ്സ് ബിക്കോസ് ദീസ് ക്യാൻ വേരി ഗ്രേറ്റ്ലി depending on this specific machine or programming languages, compiler and other factors. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒരിക്കലും മെഷീൻ സ്പെസിഫിക് ആയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളിലായിരിക്കത്തില്ല നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ടൈം മെഷർ ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യും? ജനറൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരിക്കും ഫോളോ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ തുടർന്ന് നമുക്ക് നോക്കാം.
An important step in the analysis of an algorithm is to identify എങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുന്നത് abstract operationsനെ ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, ഓൺ വിച്ച് an algorithm is based. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. സപ്പോസ് നമുക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട് void 1 assignment. ഓക്കെ, യു ക്യാൻ സി ഇതിനകത്ത് 1 abstract, this is the abstract operation z is equal to x plus y. സോ എന്താണ് ഇമ്പോർട്ടൻറ്റ് ഓപ്പറേഷൻ ഇതിനകത്ത് എന്താണ് അഡീഷൻ ആണ്. ദ നമ്പർ ഓഫ് അഡീഷൻ എത്രയായിരിക്കും 1, റൈറ്റ്. സോ 1 abstract operation ചെയ്തു. Alright, let us continue with another example. See, ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ I is equal to 1, I less than or equal to n, right? So how many times this operation has completed? n times, right? n times. So എന്തായിരിക്കും abstract operation എത്ര ടൈം ചെയ്തു? n times. നമ്മൾ എന്തായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അൽഗോറിതം നമ്മൾ ടൈം കോംപ്ലക്സിറ്റി ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു abstract operation എത്രത്തോളം ടൈം എക്സിക്യൂട്ട് ചെയ്തു എന്ന് അടിസ്ഥാനപ്പെട്ടിട്ടായിരിക്കും. വി ആർ നോട്ട് ഗോയിങ് ടു ഡിറ്റർമൈൻ ടൈം കോംപ്ലക്സിറ്റി ബേസ്ഡ് ഓൺ മില്ലി സെക്കൻഡ് ഓർ സെക്കൻഡ്. പക്ഷെ നമ്മൾ എന്തായിരിക്കും എത്ര ടൈം ഈ അബ്സ്ട്രാക്ട് ഓപ്പറേഷൻസ് റിപ്പീറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊരു ജനറൽ വേ ആയിരിക്കും. ഇറ്റ് ഈസ് നോട്ട് ഡിപ്പെൻഡിങ് ഓൺ എനി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഇറ്റ് ഈസ് നോട്ട് ഡിപ്പെൻഡിങ് ഓൺ എനി പർട്ടിക്കുലർ മെഷീൻ ഫീച്ചേഴ്സ്. ഓക്കെ, സോ വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. സപ്പോസ് വി ഹാവ് എ നെസ്റ്റഡ് ലൂപ്പ്. യു ക്യാൻ സി I is equal to 1. ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? വേറൊരു ലൂപ്പ് ഉണ്ട്. അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഓപ്പറേഷൻ കിടക്കുന്നത്, റൈറ്റ്. സോ ദിസ് ഓപ്പറേഷൻ എത്ര ടൈം റിപ്പീറ്റഡ് ആവും നമുക്ക് നോക്കാം. ഓക്കെ, സപ്പോസ് I is equal to 1. നമ്മൾ ആദ്യം I is equal to 1 എടുത്തു. I is equal to 1, I less than equal to n കണ്ടീഷൻ ട്രൂ. സപ്പോസ് n സം ലാർജ് നമ്പർ ആണ്. ഓൾറൈറ്റ്, അപ്പോൾ ആ കണ്ടീഷൻ ട്രൂ ആകുമ്പോഴത്തേക്കും ഈ ലൂപ്പിലോട്ട് പോകുമ്പോഴത്തേക്കും വാട്ട് ഹാപ്പൻസ്? j is equal to, you can see for I is equal to 1, I is equal to 1ൽ മാത്രമാണ് ഇപ്പം നിൽക്കുന്നത്. j എവിടം വരെ റിപ്പീറ്റ് ചെയ്യും? j is equal to 1, j is equal to 2, j is equal to 3 till n times. n times വരെ ഇത് റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തെ എന്തായിരിക്കും? this z is equal to x plus y is being repeated n times, അല്ലേ? എന്നിട്ട് when it is completed എന്ത് സംഭവിക്കും? ഈ ലൂപ്പിൽ നിന്ന് മുകളിലോട്ട് പോകും, റൈറ്റ്. മുകളിലോട്ട് പോകുമ്പോഴത്തേക്കും I becomes what? I becomes 2. When I becomes 2, again താഴത്തോട്ട് വരും, right, and again j is equal to 1, j is equal to 2, j is equal to 3 till n ഇത് repeat ആവും, right. Now this process will move till when? I is equal to n വരെയും ഇത് ഇങ്ങനെ repeated ആവും, right. So ഓരോ iലും എന്താണ്? j is repeating n times, you can see, right. So suppose I is equal to 1, 1ൽ j n times, I is equal to 2ൽ j n times. ഇവിടെ വെച്ച് നമ്മൾ നിൽക്കുവാണെങ്കിൽ എത്ര ടൈംസ് ആയിരിക്കും z is equal to x plus y റിപ്പീറ്റഡ് ആവുക? 2n times, right. കാരണം 2 ടൈംസ് ആണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇത് എവിടം വരെ ആക്ച്വലി പോകുന്നുണ്ട്? I is equal to 1 to n വരെയും പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര ടൈംസ് ആയിരിക്കും? n into n, right. So n into n times is n square times. So you can say that n square ആണ് അതിൻ്റെ ടൈം, right. We have not yet discussed asymptotic notations. നമ്മൾ വന്നിട്ടില്ല എന്താണ് asymptotic notation. അതിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ we will discuss more about these things. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ time, you can see how many times it has repeated, n square times. So this could be the best way of discussing about algorithmത്തിന്റെ ടൈം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് based on the number of times their abstract operation has happened. Okay, so let's move to the next topic, which is called as the asymptotic notation. Okay, now asymptotic notation എന്ന് പറയുമ്പോൾ it's a mathematical tool, okay, used to describe the limiting behavior of functions, particularly as their input grows very large or approaches infinity. Okay, ഇത് മനസ്സിലായി കാണില്ലായിരിക്കും obviously. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇറ്റ് ഈസ് യൂസ് ടു ഡിസ്ക്രൈബ് ദ പെർഫോമൻസ് ഓഫ് അൽഗോറിതം ആസ് ദ ഇൻപുട്ട് സൈസ് ഇൻക്രീസസ്. ഇതും ചിലപ്പോൾ കത്തിയിലായിരിക്കും. ഓൾറൈറ്റ്, നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ദെൻ വി വിൽ കം ടു ദീസ് ടു സ്റ്റേറ്റ്മെന്റ്സ്. സപ്പോസ് നമുക്ക് 2 അൽഗോറിതംസ് ഉണ്ട്. നമ്പർ 1 അൽഗോറിതം എടുക്കുന്ന ടൈം എന്ന് പറയുമ്പോൾ ഇത്രയും ഓപ്പറേഷൻസ് 100n plus 50 ഒരു അഡീഷണൽ ഓപ്പറേഷൻ ആയിരുന്നു. 100n ഓപ്പറേഷൻസ് ഈ അൽഗോറിതം യൂസ് ചെയ്തെന്ന് വിചാരിച്ചു. ആൻഡ് അനദർ അൽഗോറിതം ടേക്സ് 5n square plus 10 ഓപ്പറേഷൻസ്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ കമ്പയർ ചെയ്യാം. ഓക്കെ, സപ്പോസ് n എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇൻപുട്ട് സൈസ് ആണ് നമ്മുടെ, റൈറ്റ്. ഇൻപുട്ട് സൈസ് ഐ റൈറ്റ് ഡൗൺ, ആൻഡ് ദിസ് ഇസ് ദി അൽഗോറിതം 1 ആൻഡ് ദിസ് ഇസ് അൽഗോറിതം 2. ഓക്കെ, നൗ സപ്പോസ് n is equal to 1 കൊടുക്കുകയാണെങ്കിൽ അൽഗോറിതം 1 എത്ര ടൈംസ്? 150 ടൈംസ് ആയിരിക്കും. 150 ഓപ്പറേഷൻസ് ആണ് കംപ്ലീറ്റ് ചെയ്യുന്നത്.
അതേ n is equal to 1 A2 നമ്മൾ നോക്കുമ്പോഴത്തേക്കും 15 ടൈംസ് മാത്രമേ വരുള്ളൂ. സോ നമ്മൾ at this point of time we would conclude that 5n square plus 10 is taking less number of operations, so it is better നമ്മൾ പറയുമായിരിക്കും, right? But let's wait. എന്നാൽ നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ ഉണ്ട്. സപ്പോസ് നമ്മൾ 10 ഇട്ട് കൊടുത്തു, റൈറ്റ്? 10 ഇട്ട് കൊടുത്തപ്പോഴേക്കും A1 എന്താണ് 1050 ഓപ്പറേഷൻസ് ആൻഡ് A2 is taking 510 ഓപ്പറേഷൻസ്. ഇപ്പോഴും നമ്മൾ എന്താണ് നമ്മൾ വിശ്വസിക്കുന്നത്, ഓക്കെ A1 is taking ഇവിടെ നോക്കിയേ, A1 is taking large and A2 is, അപ്പോൾ A2 ആണ് ബെറ്റർ എന്ന് നമുക്ക് തോന്നുമായിരിക്കും. ബട്ട് യു സി വെൻ യു ഗോ ഫോർ ഹയർ വാല്യൂസ് ഓഫ് n, റൈറ്റ്? സപ്പോസ് 100, യു സി ദ ഡ്രാസ്റ്റിക് ചേഞ്ച്. നോക്കിക്കേ, ഇവിടെ നമുക്ക് 10050, ഇവിടെ 50010 കണ്ട, ഇവിടെ പെട്ടെന്ന് ഇൻക്രീസ് ആയത് കണ്ട, right? So we can conclude as n gets larger, the n squared term in the second algorithm quickly dominates, making it much slower എന്ന് പറയുമ്പോഴത്തേക്കും സമയം ഇത് കുറേ ഇങ്ങനെ കൂടുന്തോറും എന്താണ് ഇൻപുട്ട് സൈസ് കൂടി നമ്മൾ 100 കൊടുക്കുകയാണെങ്കിൽ ഇത്രയും ടൈംസ് ഇത് ഓപ്പറേഷൻസ് കംപ്ലീറ്റ് ആക്കി വരുമ്പോഴത്തേക്ക് ഇറ്റ് ബിക്കം സ്ലോവർ, ഈവൻ ദോ ഇറ്റ് ഹാഡ് സ്മോളർ കോൺസ്റ്റൻസ് ആണ് ഇവിടെ ഉള്ളത്. 10 and 5 ഒക്കെ ആയിരുന്നു ഉള്ളത്. പക്ഷെ എന്നാൽ പോലും എന്ത് സംഭവിച്ചു, ഇതിന്റെ ടൈം ഭയങ്കരമായിട്ട് സ്ലോവർ ആയി, റൈറ്റ്? സോ അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ് നമുക്ക് എന്താണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഇറ്റ് ഹെൽപ്സ് us to quickly identify that n square is worse growth rate than n for large inputs, right? So ഇങ്ങനത്തെ ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഹയർ വാല്യൂസ്, ഒബ്വിയസ്ലി നമ്മൾ 1 to 10 or 15 ഇൻപുട്സ് അല്ല നമ്മൾ അൽഗോരിതത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നത്, ഹ്യൂജ് നമ്പേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, റൈറ്റ്? സോ അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ ഹെൽപ്സ് us, റൈറ്റ്, ടു അണ്ടർസ്റ്റാൻഡ് ഏത് ഗ്രോത്ത് ആണ് പ്രോപ്പർലി പോകുന്നത്. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ 5n square, n square വേറൊരു ഗ്രോത്ത് ആയിട്ട് വരും, ഇത് വേറെ ഗ്രോത്ത് ആണ്. ദിസ് ഇസ് ലീനിയർ ഗ്രോത്ത്, ദിസ് ഇസ് ക്വാഡ്രാറ്റിക് ഗ്രോത്ത്, റൈറ്റ്? സോ നമ്മൾ വീണ്ടും ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിലോട്ട് പോവാം. അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ ഇസ് എ സെറ്റ് ഓഫ് മാത്തമാറ്റിക്കൽ ടൂൾസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ലിമിറ്റിംഗ് ബിഹേവിയർ, right, of functions, particularly as their input grows very large or approaches infinity, right? It is used to describe performance of algorithm as the input size increases, right? So I hope ഇത് basically കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി കാണും. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. Now, in the world of algorithms and data structures, the input is usually what? The size of the problem, right? നമുക്ക് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു size of the problem. That means input size denoted by n, right? Denoted by n. Now, for example, if you are sorting an array, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ n is the number of elements in the array, right? Or if you are searching a list, n is the number of items in the list. Okay, so when we analyze an algorithm, we want to know what? How much time does it takes to run as n gets larger? Now, how much memory does it use as n gets larger? This is time complexity, space complexity, as we have discussed. Okay, now the meaning of asymptotic notation is to provide a high level machine independent way to describe the growth rate of an algorithm's time or space requirements as the input size n tends to, നേരത്തെ സ്ലൈഡിൽ നോക്കിയ പോലെ തന്നെ, right? So എന്താണ് നമുക്കൊരു, it provides a way to describe the growth rate. Okay, so we will discuss 3 notations. Asymptotic നമ്മൾ 3 notations ഉണ്ട്. Number 1 is the big O notation. Big O notation എന്ന് പറയുമ്പോൾ വേഴ്സ്റ്റ് കേസ് സിനാരിയോ കാണിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ അപ്പർ ബൗണ്ട് കാണിക്കാൻ വേണ്ടിയാണ്. ഒരു അൽഗോരിതത്തിന്റെ സമയത്തെ കൺസേൺ ചെയ്ത് നമ്മളാണ് സംസാരിക്കുന്നത്. ടൈം കോംപ്ലക്സിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇനി മുഴുവൻ കാര്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വി ആർ നോട്ട് ഡിസ്കസിങ് അബൌട്ട് ദി സ്പേസ് കോംപ്ലക്സിറ്റി, വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി ടൈം കോംപ്ലക്സിറ്റി. അപ്പോൾ അതിൽ ഫസ്റ്റ് നൊട്ടേഷൻ ആണ് ബിഗ് ഒ നൊട്ടേഷൻ. ബിഗ് ഒ നൊട്ടേഷൻ എന്ന് പറയുമ്പോൾ അപ്പർ ബൗണ്ട് അല്ലെങ്കിൽ ദ വേഴ്സ്റ്റ് കേസ് സിനാരിയോ, റൈറ്റ്? ഫസ്റ്റ് മീനിങ് എന്ന് പറയുമ്പോൾ അറ്റ്മോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അറ്റ്മോസ്റ്റ്, ഇംഗ്ലീഷ് അതേ വേർഡ് തന്നെ, അറ്റ്മോസ്റ്റ് അവിടം വരെയും, അത്രയും ഹയർ ലിമിറ്റ്, റൈറ്റ്, അപ്പർ ലിമിറ്റ്. സോ ഇൻ ടേംസ് ഓഫ് അൽഗോറിതം, ആൻ അൽഗോറിതംസ് റണ്ണിംഗ് ടൈം will never exceed a certain rate of growth for sufficiently large inputs, right? വലിയ ലാർജ് ഇൻപുട്ട് ഉണ്ട്, അപ്പം നമ്മൾ അപ്പർ ബൗണ്ട് ഒരു കാര്യം സെറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മൾ പറയും ആ അൽഗോറിതം ഇതിൽ നിന്നും മുകളിലോട്ട് പോകത്തില്ല, റൈറ്റ്? സപ്പോസ് n ആണ് നമ്മൾ വെച്ചിരിക്കുന്ന ഒരു ലിമിറ്റ് എങ്കിൽ n-ൽ കൂടുതൽ പോവത്തില്ല. സോ അപ്പർ ലിമിറ്റ്
നമ്മൾ എങ്ങനെയാണ് ബിഗ് ഒ വെച്ചിട്ടാണ് കാണിക്കുന്നത്. ഇഫ് യു ആർ സെയിങ് ദാറ്റ് ബിഗ് ഒ ഓഫ് n, ഇറ്റ് മീൻസ് ദാറ്റ് ദി അൽഗോറിതം വിൽ നോട്ട് എക്സീഡ് n. ഓക്കെ, സോ ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം. സപ്പോസ് യു ആർ റണ്ണിങ്, അല്ലെങ്കിൽ സപ്പോസ് ഐ ആം റണ്ണിങ്. ഓക്കെ, അപ്പോൾ എൻ്റെ സ്പീഡ്, സപ്പോസ് എൻ്റെ സ്പീഡ് ഒരു ചിലപ്പോൾ ഒരു 35 km/h, അതും തന്നെ കൂടുതലാണ്, റൈറ്റ്, 20 km/h, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഞാൻ പറയുവാണ്, ഇഫ് ഐ ആം സെയിങ് ദാറ്റ് മൈ സ്പീഡ് ഈസ് ദി അപ്പർ ലിമിറ്റ് ഓഫ് ഹോഴ്സ്. സപ്പോസ് ഇപ്പോൾ ഞാൻ പറയുകയാണ് സ്പീഡ് ഓഫ് മാൻ റണ്ണിങ് ഈസ് ഈക്വൽ ടു അറ്റ്മോസ്റ്റ് ദ സ്പീഡ് ഓഫ് ഹോഴ്സ്. Am I wrong? No, I am not wrong. കാരണം വെച്ചാൽ ഞാൻ ഒരു അപ്പർ ലിമിറ്റ് സെറ്റ് ചെയ്തിരിക്കുകയാണ്, റൈറ്റ്. ദ സ്പീഡ് ഓഫ് മാൻ ഇസ് ബിഗ് ഒ ഓഫ് ഹോഴ്സ്, റൈറ്റ്. ഇതിനേക്കാളും എക്സീഡ് ചെയ്യോ? ഐ ഡോണ്ട് തിങ്ക് സോ, റൈറ്റ്. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഉസൈൻ ബോൾട്ട് ആണ് തന്നെയും അതിന് അത്രയും സ്പീഡ് ഓടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് പറയും? സ്പീഡ് ഓഫ് മാൻ ഈസ് ബിഗ് ഒ ഓഫ് സ്പീഡ് ഓഫ് ഹോഴ്സ്, റൈറ്റ്. സോ അതുപോലെ തന്നെ നമ്മൾ അൽഗോരിതത്തിന്റെ രീതിയിൽ നോക്കുകയാണെങ്കിൽ സമയം ഓഫ് വൺ പെർട്ടിക്കുലർ അൽഗോരിതം ഈസ് ബിഗ് ഒ ഓഫ് n സ്ക്വയർ, ഇല്ലെങ്കിൽ ബിഗ് ഒ ഓഫ് n. ദാറ്റ് മീൻസ് ഹ്യൂജ് വാല്യൂസ് ഓഫ് n-ല് n അല്ലെങ്കിൽ n സ്ക്വയർ വാട്ട് എവർ ഇറ്റ് ഈസ് അതിനേക്കാളും മുകളിലോട്ട് പോവത്തില്ല സമയം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു, നോർമൽ ടൈം അല്ല, എത്രത്തോളം ഒരു ആബ്സ്ട്രാക്ട് ഓപ്പറേഷൻ റിപ്പീറ്റ് ആവുന്നുണ്ട്, റൈറ്റ്. സോ ഓർഡർ ഓഫ് n അല്ലെങ്കിൽ ഓർഡർ ഓഫ് n സ്ക്വയർ എന്നൊക്കെ നമ്മൾ പറയുവാണെങ്കിൽ അപ്പർ ബൗണ്ട് ആണ്, റൈറ്റ്. ദി വേഴ്സ്റ്റ് കേസ് സിനാരിയോ, അവിടം വരെ അത്രയും ടൈം വേഴ്സ്റ്റ് ആണ്, അതിനേക്കാളും കൂടുതൽ സമയം എടുക്കത്തില്ല. സോ ഫസ്റ്റ് നൊട്ടേഷൻ ഈസ് ബിഗ് ഒ നൊട്ടേഷൻ. ഓക്കെ, നൗ ഇഫ് an algorithm നമ്മൾ പറഞ്ഞ പോലെ ഈസ് ഓർഡർ ഓഫ് n സ്ക്വയർ, ഇറ്റ് മീൻസ് ഇറ്റ്സ് റണ്ണിംഗ് ടൈം വിൽ ഗ്രോ നോ ഫാസ്റ്റർ ദാൻ സം കോൺസ്റ്റന്റ് ടൈംസ് n സ്ക്വയർ, റൈറ്റ്. സോ n സ്ക്വയറിനേക്കാളും ഒരിക്കലും കൂടുതലായിട്ട് പോകത്തില്ല. ഇറ്റ് കുഡ് റൺ ഇൻ ഓർഡർ ഓഫ് n ടൈം. സി, ഓർഡർ ഓഫ് n സ്ക്വയർ എന്ന് പറയുമ്പോൾ ഓർഡർ ഓഫ് n ടൈമിൽ ഓടും, പക്ഷേ ഇറ്റ്സ് ആബ്സല്യൂട്ട് വേഴ്സ്റ്റ് കേസ് ഇസ് ബൗണ്ടഡ് ബൈ n സ്ക്വയർ. ഇപ്പം നമ്മൾ ഈ എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ മൈ സ്പീഡ് വുഡ് ബി സം സ്പീഡ്, പക്ഷേ ഒരിക്കലും ഇറ്റ് ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ, റൈറ്റ്. ഇറ്റ് ഈസ് ഓൾവേസ് ലെസ് ദാൻ ദ സ്പീഡ് ഓഫ് ഹോഴ്സ്, ഓൾറൈറ്റ്. സോ സെക്കൻഡ് നൊട്ടേഷൻ, സി, ഇതെല്ലാം നമ്മൾ ജസ്റ്റ് ഒരു ഐഡിയ ആണ്, ഇതിന്റെ ഫോർമൽ ഡെഫിനേഷൻ നമ്മൾ ഉടനെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, നൗ ദി ലോവർ ബൗണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? നേരെ ഓപ്പോസിറ്റ്, ദ ബെസ്റ്റ് കേസ് സിനാരിയോ, റൈറ്റ്. ബെസ്റ്റ് കേസ് സിനാരിയോ എന്ന് പറയുമ്പോഴത്തേക്കും അറ്റ് ലീസ്റ്റ് എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. സോ an algorithm's running time will be at least a certain rate of growth for sufficiently large inputs. It gives you a lower limit, right. അപ്പൊ നമ്മൾ പറയുകയാണ് എന്താണ് ഇത്രയും, ദിസ് ഇസ് ദ ബെസ്റ്റ് കേസ്. ബെസ്റ്റ് എന്ന് പറയുമ്പോഴത്തെ ഇത്രയും സമയം, ഇതിനേക്കാളും കുറഞ്ഞ സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, അതതിന്റെ മീനിങ്. ഓക്കെ, സോ കറക്റ്റ് ആയിട്ട് മീനിങ് പറയുവാണെങ്കിൽ ഒരു അൽഗോറിതത്തിന് പറയണം, ഓക്കെ, മൈ ബെസ്റ്റ് കേസ് സിനാരിയോസ് n എന്ന് പറയുമ്പോഴത്തെ n-നേക്കാളും കുറച്ച് എനിക്ക് ചെയ്തു തരാൻ പറ്റത്തില്ല. കൂടാം, പക്ഷെ അതിനേക്കാളും കുറയാൻ ഒരിക്കലും ചാൻസ് ഇല്ല. സപ്പോസ് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. സപ്പോസ് ഇഫ് ഐ എം വെയിറ്റിംഗ് ഫോർ മൈ ഡോട്ടർ, ഓക്കെ, ഷീ ഈസ് ഗോയിങ് ബൈ ബസ്. ഓക്കെ, അപ്പോൾ സ്കൂൾ ബസ്സിലാണ് പോകുന്നത്. ഞാൻ ഒരു വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാൻ വെയിറ്റ് ചെയ്യുവാണ് സ്കൂൾ ബസ്സിന് വേണ്ടി, റൈറ്റ്. ആൻഡ് ടൈം എന്ന് പറയുന്നത് 4 o'clock ആണ്. സപ്പോസ് ഇതിനകത്ത് ഇപ്പോൾ ഡിനോട്ട് ചെയ്തിരിക്കുന്ന 4 o'clock അല്ല, റൈറ്റ്. സപ്പോസ് 4 o'clock ആണ് സമയം, റൈറ്റ്. 4 in the evening ആണ് ബസ് അറൈവ് ചെയ്യുന്ന സമയം. സോ ബെസ്റ്റ് കേസ് ടൈം എന്താണ്? 4 o'clock ആണ്. ഇറ്റ് നെവർ അറൈവ്സ് ബിഫോർ ദാറ്റ്, ഒരിക്കലും അതിന് മുമ്പ് വരത്തില്ല. സോ ബെസ്റ്റ് കേസ് എന്താണ്? 4 o'clock ആണ്, റൈറ്റ്. യൂഷ്വലി 4:15, 4:20 ഒക്കെയാണ് ബസ് അവിടെ എത്തുമ്പോഴത്തേക്കും എടുക്കുന്ന സമയം. ബെസ്റ്റ് കേസ് 4 o'clock എത്തും, റൈറ്റ്, ബട്ട് നോട്ട് ബിഫോർ ദാറ്റ്. സോ ഇഫ് ഐ എം സെയിങ് ദാറ്റ് ബസ് അറൈവ്സ് അറ്റ് 4 PM, നോട്ട് earlier than that. The best case I can see my daughter is at 4 PM. It may take 4:15, 4:30, okay. പക്ഷെ നമ്മൾ ബെസ്റ്റ് കേസ് സിനാരിയോ എന്ന് പറയുമ്പോൾ എന്താണ്? 4 PM ആണ്. 4 PM-നേക്കാളും കുറച്ച് സമയം 3:55-ലോ 3:45-ലോ ഒരിക്കലും വരത്തില്ല. 4 PM ആണ് ആ ബെഞ്ച് മാർക്ക്. ദാറ്റ് ഈസ് ദി ലോവർ ലിമിറ്റ്, റൈറ്റ്. സോ ലോവർ ബൗണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഒമേഗ. Okay, so if an algorithm is omega of n, it means its running time will grow at least as fast as some constant time n. So, okay, don't worry about all these fancy terms. നിങ്ങൾ കാര്യം മനസ്സിലായാൽ മതി. അതിൻ്റെ മിനിമം ടൈം ആണ് എന്താണ് n എന്ന് പറയുന്നത്. അതിനേക്കാളും കുറച്ച് സമയം കൊണ്ട് അതിന് അൽഗോരിതം ഫിനിഷ് ആവാൻ സാധിക്കുകയില്ല. ഇറ്റ് മേ ടേക്ക് മോർ ടൈം. ഓക്കെ, അതാണ് അടുത്ത പറയുന്നത്. ഇറ്റ് മൈറ്റ് ടേക്ക് ഓർഡർ ഓഫ് n സ്ക്വയർ ഇൻ ദ വേർസ്റ്റ് കേസ്, ബട്ട് ഇറ്റ് വിൽ നെവർ ബി ഫാസ്റ്റർ ദാൻ ഓർഡർ ഓഫ് n ഇൻ ദി ബെസ്റ്റ് കേസ്. നൗ ഇനി തീറ്റ നൊട്ടേഷൻ. തീറ്റ എന്ന് പറയുമ്പോൾ എന്താണ്? ടൈറ്റ് ബൗണ്ട് ആണ്, അല്ലെങ്കിൽ ആവറേജ് കേസ് സിനാരിയോ നമുക്ക് പറയാം.
മീനിങ് എന്ന് പറയുമ്പോഴത്തേക്കും എക്സാക്ട്ലി എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. എക്സാക്ട്ലി. ഓക്കെ, നോട്ട് ലോവർ ബൗണ്ട്, നോട്ട് അപ്പർ ബൗണ്ട്, ഇറ്റ് ഈസ് ദി ടൈറ്റ് ബൗണ്ട്. So an algorithm's running time is bounded both above and below by same rate of growth. This means its performance is tightly tied to this growth. നമുക്ക് നോക്കാം എന്താണെന്നുള്ള കാര്യം. Suppose for example, if I am saying that ഒരാള് certain place വരുവാണ്, it will take him around best case 3 hours to reach. Worst caseൽ 5 മണിക്കൂർ എടുക്കും. റൈറ്റ്. സോ ബെസ്റ്റ് കേസ് എന്ന് പറയുമ്പോൾ 3 hours മിനിമം ടൈം ആണ്. അതിന് മുമ്പ് അയാൾ ഒരിക്കലും എത്തത്തില്ല. റൈറ്റ്. സപ്പോസ് ഇപ്പോൾ കൊല്ലത്ത് നിന്ന് ആലപ്പുഴ എന്ന് വല്ലതും വരുവാണെങ്കിൽ 3 hours ബെസ്റ്റ് കേസ്. ട്രാഫിക് ഒന്നും കിട്ടിയില്ലെങ്കിൽ ബെസ്റ്റ് കേസ് എന്താണ് 3 hours. അതിനേക്കാളും മുമ്പ് ഒരിക്കലും വരാൻ പറ്റത്തില്ല. വേഴ്സ്റ്റ് കേസ് എന്ന് പറയുമ്പോൾ 5 hours. എത്ര വലിയ ട്രാഫിക് ആയാലും 5 hours കൂടുതൽ എടുക്കത്തില്ല. ഓക്കെ, ഞാൻ ഒരു സിനാരിയോ ആണ്, നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കേണ്ട, ജസ്റ്റ് ഒരു സിനാരിയോ മാത്രമാണ് പറയുന്നത്. റൈറ്റ്. സോ വേഴ്സ്റ്റ് കേസ് സപ്പോസ് ഇഫ് ഐ ഹാവ് ഡിഫൈൻഡ് 5 hours. റൈറ്റ്. സോ 5 hours കൂടുതൽ ഒരിക്കലും പോകത്തില്ല. സോ ഇൻ ദിസ് കേസ് ആവറേജ് കേസ് എന്തായിരിക്കും? 4 hours ആയിരിക്കും. റൈറ്റ്. 4 hours നമുക്ക് എക്സാക്ട്ലി എന്ന് പറയുമ്പോഴത്തേക്കും നോട്ട് ലിറ്ററൽ സെൻസിലല്ല പറയുന്നത് നമ്മൾ എക്സാക്ട്ലി. നമുക്ക് പറയാൻ പറ്റും 4 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് ആൾ ഇവിടെ എത്തിയിരിക്കും. കാരണം നമ്മൾ എന്താണ്, ബെസ്റ്റ് കേസ് സിനാരിയോ എപ്പോഴും നടക്കണമെന്നില്ല. വേഴ്സ്റ്റ് കേസ് സിനാരിയോ 5 hours ആണ്. സോ 3 hours 30 minutes അല്ലെങ്കിൽ 4 hours അയാൾ എത്തിയിരിക്കും. സോ വാട്ട് ദാറ്റ് ഈസ് കോൾഡ് ആസ് ദി ആവറേജ് കേസ്. സോ ഇഫ് എൻ അൽഗോരിതം ഈസ് n log n. ഓക്കെ, ഇതെല്ലാം എന്താന്നുള്ള കാര്യം നമുക്ക് ഈ മോഡ്യൂൾസ് ഒക്കെ ഇനി മുന്നോട്ട് പോകുമ്പോൾ വിൽ കം ടു നോ അബൌട്ട് ദീസ് ടെർമിനോളജീസ്. ഇപ്പോൾ ജസ്റ്റ് ഫോർ എൻ എക്സാമ്പിൾ സേക്ക് നമ്മൾ നോക്കിയിട്ട് പോവാം. n log n, ഇറ്റ് മീൻസ് ഇറ്റ്സ് റണ്ണിംഗ് ടൈം വിൽ ഗ്രോ പ്രൊപ്പോർഷണലി ടു n log n ബോത്ത് ഇൻ അപ്പർ ആൻഡ് ലോവർ ബൗണ്ട്. ഇറ്റ് മീൻസ് അപ്പർ ബൗണ്ടിലും ലോവർ ബൗണ്ടിലും. റൈറ്റ്. അത് എക്സീഡും ആവത്തില്ല, എന്നാൽ ബെസ്റ്റ് കേസ് സിനാരിയോ അല്ലാതാനും. റൈറ്റ്. സോ ഇതിന്റെ ഇടയ്ക്ക് റൈറ്റ് നമ്മൾ പറയുവാണ് ഓർഡർ ഓഫ് n എന്ന് പറയുമ്പോഴത്തേക്കും ലോവർ കേസ് സാറ്റിസ്ഫൈ ചെയ്യും, അപ്പർ കേസും അല്ലെങ്കിൽ ലോവർ ബൗണ്ടും സാറ്റിസ്ഫൈ ചെയ്യും, അപ്പർ ബൗണ്ടും സാറ്റിസ്ഫൈ ചെയ്യും. റൈറ്റ്. സോ യു ക്യാൻ സേ ബോത്ത്. റൈറ്റ്. അപ്പർ ബൗണ്ടും ലോവർ ബൗണ്ടും. അപ്പോൾ ഇതിന്റെ ഇൻ ദിസ് എക്സാമ്പിൾ 3 hours ബെസ്റ്റ് കേസ് ആണ്. ആവറേജ് കേസ് എന്താണ്, വേഴ്സ്റ്റ് കേസ് എന്താണ്? 5 hours. So what is the average case? 4 hours. Right. So yeah, so this is the most precise notation because it tells you the exact asymptotic behavior. Okay, so average case ബെസ്റ്റ് ആയിട്ടുള്ള ഒരു നൊട്ടേഷൻ ആണ്. അത് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ആ ബിഹേവിയർ നമുക്ക് പറഞ്ഞു തരും. റൈറ്റ്. നൗ നമുക്ക് ഇതിന്റെ ഫോർമൽ ഡെഫിനേഷനിലോട്ട് വരാം. നമ്പർ 1, ബിഗ് O notation. So big O notation is said to be, see, if ഒരു ഫംഗ്ഷൻ ഉണ്ട് നമുക്ക്, റൈറ്റ്, ഫംഗ്ഷൻ f of n is said to be big. ഇതിങ്ങനെ ഈ നൊട്ടേഷൻ നമുക്ക് ഇങ്ങനെ വായിക്കാൻ പറ്റും, ബിഗ് O of g of n അല്ലെങ്കിൽ ഓർഡർ g of n. റൈറ്റ്. ഇങ്ങനെ നമുക്ക് വായിക്കാം, രണ്ട് രീതിയിൽ നമുക്ക് വായിക്കാം. സപ്പോസ് നമ്മളിങ്ങനെ വായിക്കാം ബിഗ് O of g of n if there exist positive constants c and n0 such that, see, ഇതാണ് നമ്മുടെ ഫോർമൽ ഡെഫിനേഷൻ. വാട്ട് ഈസ് ഇറ്റ് സേയിങ്? Fn is less than or equal to c into g of n for all n greater than n0. നമുക്ക് നോക്കാം എന്താണ്. ഓക്കെ, സി, ഇതാണ് ഇതിന്റെ ഗ്രാഫ്. യു ക്യാൻ സി n0, ഇവിടെ ഒരു n0 ഉണ്ട്. റൈറ്റ്. Fn, ഇതാണ് നമ്മുടെ അൽഗോരിതത്തിന്റെ ബിഹേവിയർ. യു ക്യാൻ സി ദിസ് ഇസ് ദി അപ്പർ ബൗണ്ട്. ഓക്കെ, ഇതിനേക്കാളും ഒരിക്കലും ഇത് എക്സീഡ് ചെയ്യത്തില്ല. ഇവിടം വരെയും ബിഹേവിയർ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരിക്കും. നമ്മൾ നേരത്തെ എക്സാമ്പിൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ 50n + 10 ആൻഡ് n² + 5 സംതിങ് നമ്മൾ നോക്കിയായിരുന്നു. അപ്പൊ അതിൽ എന്തായിരുന്നു? ഫോർ n = 1 ആൻഡ് n = 10 വരെ എന്തായിരുന്നു? ഡിഫറെന്റ് ബിഹേവിയർ ആയിരുന്നു. വാല്യൂസ് കൂടിയ വാല്യൂസ് ഇൻക്രീസ് ആയപ്പോഴത്തേക്ക് അതിന്റെ ബിഹേവിയർ ചേഞ്ച് ആയി. അതുപോലെ തന്നെ ടിൽ n0 ചിലപ്പോൾ ബിഹേവിയർ ഡിഫറെന്റ് ആയിരിക്കും. n0 കഴിഞ്ഞതിന് ശേഷം ദിസ് വിൽ ഹോൾഡ് ട്രൂ. ദാറ്റ് മീൻസ് എന്താണ്? Fn എന്തായിരിക്കും? ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു c into g of n. ഓക്കെ, സോ നമുക്കൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. സപ്പോസ് f of n is equal to 2n + 10. ഇതിന്റെ മീനിങ് എന്താണ്? 2n ഓപ്പറേഷൻസ് ഉണ്ട് പ്ലസ് അഡീഷണൽ 10 ഓപ്പറേഷൻസ് വേറും അതിനകത്തുണ്ട്, അൽഗോരിതത്തിലുണ്ട്. നമ്മൾ പറയുകയാണ് ഇത് ബിഗ് O of g of n ആണ്. സോ യു മൈറ്റ് ബി തിങ്കിങ്, യു സി f of n എന്താണ്? 2n + 10. യു ക്യാൻ സി +10 വരുന്നുണ്ട്, 2 വരുന്നുണ്ട്. ഹൗ ക്യാൻ ദിസ് ബി ഓർഡർ ഓഫ് g of n? റൈറ്റ്. സോ g of n എന്ന് പറയുമ്പോൾ എന്താണ്? അപ്പർ ബൗണ്ട് അല്ലേ? റൈറ്റ്. സോ നമ്മുടെ f of n എന്ന് പറയുമ്പോൾ അതിനകത്ത് 2n വരുന്നുണ്ട്, +10 ഒക്കെ വരുന്നുണ്ട്. റൈറ്റ്. സോ ഹൗ ക്യാൻ ദിസ് ബി
എഫ് ഓഫ് എൻ ഇസ് ഇക്വൽ ടു ബിഗ് ഓഫ് ജി ഓഫ് എൻ, റൈറ്റ്? അതെങ്ങനെയായിരിക്കും ജി ഓഫ് എൻ കൂടിയിരിക്കുന്നത്, റൈറ്റ്? വി ക്യാൻ സി ബൈ ആൻ എക്സാമ്പിൾ. സി 2n plus 10 is less than or equal to c into n. ഇപ്പൊ നമ്മൾ സിയിൽ 3 ഇട്ട് കൊടുക്കുവാണെങ്കിൽ, യു ക്യാൻ സി 3യിൽ നമ്മൾ c is equal to 3 ഇട്ട് കൊടുക്കുവാണെങ്കിൽ it becomes 2n plus 10 less than or equal to 3n, റൈറ്റ്? ഇനി നമ്മൾ n-ന്റെ വാല്യൂ 10-നേക്കാളും കൂടുതൽ ഇടുവാന്ന് വിചാരിച്ചു, റൈറ്റ്? സോ 10-നേക്കാളും കൂടുതൽ ഇടുവാണെങ്കിൽ യു ക്യാൻ സി, സപ്പോസ് ഇഫ് ഐ എം ഗിവിംഗ് n വാല്യൂ ആസ് 9, നിങ്ങൾ നോക്കി 2 into 9 plus 10 is less than or equal to 3 into 9. What is this? 18 plus 28. 28 less than or equal to 27. ഇവിടം വരെ see n is equal to 9 വരെ this does not hold. 9 വരെ എന്തായിരിക്കും? You can see 9 വരെ എന്താണ്? ഈ ഒരു പോർഷൻ ആണ് നമ്മൾ കാണുന്നത്, റൈറ്റ്? പക്ഷേ 10 കഴിഞ്ഞതിന് ശേഷം എന്തായിരിക്കും? As the value of n increases, right, f of n, ഈ ബിഹേവിയർ നമുക്ക് കാണാൻ സാധിക്കും. സോ 10 വരെ നമുക്ക് എന്താണ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, റൈറ്റ്? പക്ഷേ 10 കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താണ്, വി ക്യാൻ സീ ദാറ്റ് f of n is always less than or equal to c into g of n, right? So this shows the upper bound of an algorithm, all right? So ഇതാണ് അതിന്റെ ഫോർമൽ ഡെഫിനേഷൻ. സോ ബിഗ് ഒമേഗ നൊട്ടേഷൻ, ഇത് നമ്മൾ ലോവർ ബൗണ്ട് എന്ന് പറയും, അല്ലെങ്കിൽ ബെസ്റ്റ് കേസ് സിനാരിയോ. ഓക്കെ, ഇതിന്റെ ഡെഫിനേഷൻ എങ്ങനെയാണ്? ഇറ്റ് ഈസ് സെറ്റ് ടു ബി ഒമേഗ, എഫ് ഓഫ് എൻ ഇസ് സെറ്റ് ടു ബി ഒമേഗ ഓഫ് ജി ഓഫ് എൻ, റൈറ്റ്? അങ്ങനെയാണ് നമ്മൾ ഇതിനെ വായിക്കുന്നത്, ഒമേഗ ഓഫ് ജി ഓഫ് എൻ, അല്ലെങ്കിൽ ഓർഡർ അറ്റ്ലീസ്റ്റ് ജി ഓഫ് എൻ ഇഫ് ദർ എക്സിസ്റ്റ് പോസിറ്റീവ് കോൺസ്റ്റന്റ് സി ആൻഡ് എൻ സീറോ സച്ച് ദാറ്റ്, ഇതാണ് അതിന്റെ ഒഫീഷ്യൽ ഫോർമുല. ഓക്കെ, c into g of n is less than or equal to f of n. So f of n, g of omega of g of n എപ്പോഴാകുന്നത്? when g of n is less than, right? So minimum time, right? നമ്മൾ ആ ഗ്രാഫ് നോക്കാം. see you can see c into g of n എന്തായിരിക്കും? ലോവർ ആയിരിക്കും, റൈറ്റ്? ഇതാണ് ലോവർ ബൗണ്ട്. അപ്പോൾ f of n എന്തായിരിക്കും? ഓൾവേസ് ഗ്രേറ്റർ ദാൻ or equal to g of n, റൈറ്റ്? അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. സോ ഒരു എക്സാമ്പിൾ, എഫ് ഓഫ് എൻ ഇസ് ഇക്വൽ ടു 3n സ്ക്വയർ പ്ലസ് 2n പ്ലസ് 5. ജി ഓഫ് എൻ നമ്മൾ എന്ത് ചെയ്യുന്നു? n സ്ക്വയർ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യണം, നമുക്ക് കാണിക്കണം എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു ഒമേഗ ജി ഓഫ് എൻ. ദാറ്റ് മീൻസ് നമ്മുടെ അൽഗോറിതത്തിലെ ഈ ടൈം ഈസ് ഓൾവേസ് വാട്ട്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എൻ. അപ്പോൾ അത് നമ്മൾ c ഈസ് ഈക്വൽ ടു 3 ആൻഡ് n0 ഈസ് ഈക്വൽ ടു 1 ഈ സിനാരിയോയിലാണ്. സി ഇത് നമുക്ക് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഡെഡ്യൂസ് ചെയ്ത് തന്നതാണ്. c ഈസ് ഈക്വൽ ടു 3 ആൻഡ് n0 ഈസ് ഈക്വൽ ടു 1. ഈ കേസ് വരുമ്പോൾ എന്തായിരിക്കും? n0 ഈസ് ഈക്വൽ ടു 1 അതിൻ്റെ അർത്ഥം എന്താണ്? n ഈസ് ഗ്രേറ്റർ ദാൻ 1, 1-നേക്കാളും ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1. ആ കേസിൽ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 ആവുമ്പോൾ എന്താണ്? ദിസ് ഫംഗ്ഷൻ ഹോൾഡ്സ്. ഓക്കെ, so you can see 3n square less than or equal to 3n square plus 2n plus 5. ഇവിടെ n 1-നേക്കാളും കൂടുതലാണെങ്കിൽ എന്താണ്? ഈ സിനാരിയോ ഹോൾഡ് ചെയ്യും, റൈറ്റ്? സോ ലോവർ ബൗണ്ട് അല്ലെങ്കിൽ ഒമേഗ എന്ന് പറയും, ലോവർ ബൗണ്ട് അല്ലെങ്കിൽ ഒമേഗ എന്ന് പറയുമ്പോൾ ബെസ്റ്റ് കേസ് സിനാരിയോ ആണ്. എഫ് ഓഫ് എൻ ആണ് നമ്മുടെ ഫംഗ്ഷൻ, സി ഇൻറ്റു ജി ഓഫ് എൻ ആയിരിക്കും ലോവർ ബൗണ്ട് ആയിരിക്കും. ഇവിടം വരെയും നമ്മൾ നേരത്തെ കണ്ട പോലെ ഇത്രയും പോർഷൻ എന്തായിരിക്കും? അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും. n0 വരെയും എന്തായിരിക്കും? അത് ചിലപ്പോൾ you can see f of n താഴെ നിന്ന് മുകളിലും പോകുന്നുണ്ട്, മുകളിൽ നിന്ന് താഴെ വരുന്നുണ്ട്, റൈറ്റ്? സോ ഇത് ഇത്രയും അൺപ്രഡിക്റ്റബിൾ. n0 ഒരു സർട്ടൻ വാല്യൂവിനേക്കാളും കൂടുതലാവുമ്പോഴത്തേക്കും നമ്മൾ എന്താ പറയാൻ പറ്റും? എഫ് ഓഫ് എൻ എന്ന് പറയുന്നത് അതിൻ്റെ ലോവർ ബൗണ്ട് ഈസ് c ഇൻറ്റു ജി ഓഫ് എൻ നമുക്ക് പറയാൻ പറ്റും. സോ ഇതാണ് അതിൻ്റെ ഫോർമൽ ഡെഫിനേഷൻ. അതുപോലെ നമ്മൾ തീറ്റ നൊട്ടേഷൻ്റെ കാര്യം പറയുവാണെങ്കിൽ തീറ്റ ഇസ് സെറ്റ് ടു ബി theta, you can see theta, f of n is said to be theta of g of n when there exists positive constant c1 and c2 and n0 is also there, right? You can see f of n is greater than or equal to c1 into g of n and it is less than c2 into g of n, right? So in scenario you can see നോക്കിക്കേ f of n ബേസിക്കലി ഇതെന്താണ്? അപ്പർ ബൗണ്ട്, ഇതെന്താണ്? ലോവർ ബൗണ്ട്. ഒരു ആവറേജ് കേസ് എന്ന നിലയിൽ നമ്മൾ എപ്പോഴും എന്തായിരിക്കും? ഈ ലൈൻ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്, റൈറ്റ്? സോ ഇത്രയും പോർഷൻ എന്താണ്? അൺപ്രഡിക്റ്റബിൾ ആണ്, ഓൾറൈറ്റ്? സോ ഇതാണ് നമ്മൾ അസിംപ്റ്റോട്ടിക്കലി നമ്മൾ ഈ കാര്യം കാണുന്നത്. അപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് 3n സ്ക്വയർ പ്ലസ് 2n പ്ലസ് 5, റൈറ്റ്? ഇതിൽ നമ്മൾ c1 3 ആൻഡ് c2 4 കൊടുക്കുവാണ്, n0 4. This means n is greater than or equal to 4. All
n greater than or equal to 4. അതാണ് n0 4 എന്ന് പറയുന്നത് ഇവിടെ, റൈറ്റ്? ഇവിടെ കഴിഞ്ഞിട്ടുള്ള എല്ലാ എന്നിലും ഈ ഫംഗ്ഷൻ ഹോൾഡ് ചെയ്യും, റൈറ്റ്? സോ നമുക്ക് കീ ആയിട്ട് പറയുവാണെങ്കിൽ കീ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും എഫ് ഓഫ് എൻ ഈസ് തീറ്റ ഓഫ് ജി ഓഫ് എൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് ഓഫ് എൻ ഈസ് ബോത്ത് ബിഗ് O ഓഫ് ജി ഓഫ് എൻ ആൻഡ് ഒമേഗ ഓഫ് ജി ഓഫ് എൻ. രണ്ടുമാണ്, രണ്ട് കണ്ടീഷന് ഹോൾഡ് ചെയ്യുന്നുണ്ട്, റൈറ്റ്? എഫ് ഓഫ് എൻ ബിഗ് O ഓഫ് ജി ഓഫ് എൻ ആണ്, അതുപോലെ തന്നെ f of n is omega of g of n, right? So this is actually the average case. All right, so I hope you understood the concepts of asymptotic notation and performance analysis. So see you in the next video. Thank you for watching.